ഹായ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ഞാനൊരു ഹെൽത്തി സാലഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കണേ. അത് എല്ലാവർക്കും ഉപയോഗിക്കാം. കൂടുതലായിട്ട് ഷുഗർ പേഷ്യൻറ്റ്, ഡയറ്റ് നോക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും വിശപ്പല്ലേ, അവർക്ക് എപ്പോഴും ചോറ് കഴിക്കാൻ പറ്റില്ല. ഡയറ്റ് നോക്കുന്നവർ പിന്നെ ചോറ് ഉപേക്ഷിച്ചിരിക്കുക. സാധാരണ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഫുഡാക്കി കഴിക്കാൻ പറ്റും. അങ്ങനെ പ്രോട്ടീനൊക്കെ ഉള്ള നല്ലൊരു ഫുഡാണ്. അതിലേക്കിപ്പോൾ വേണ്ടത് 5 അല്ലി വെളുത്തുള്ളി. അത് മറക്കാതിരിക്കാൻ ആദ്യം പറയണേ. മറന്നാലിപ്പോൾ വീഡിയോയിലുണ്ടല്ലോ അതും, എന്നാലും പറയണമല്ലോ. 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പിടി കടല വേവിച്ചത്, വെള്ളക്കടല, ഒരു ബ്രോക്കോളി, 2 മിനിറ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടുവെള്ളത്തിൽ വേവിച്ച് പീസാക്കിയത്, 2 സവാള. ഇത് മൂന്നും കൂടി വെളുത്തുള്ളി വഴറ്റിയിട്ട് അവിടെ മാറ്റി വയ്ക്കണം കേട്ടോ. കുറച്ചിങ്ങനെ ഫ്രൈ പോലെ ആക്കിയിട്ട് മാറ്റി വയ്ക്കണം. ഇത് കടലയും ബ്രോക്കോളിയും സവാളയും കൂടി ഒരുമിച്ച് എയർ ഫ്രയറിലാണ് നമ്മൾ വേവിക്കണത്. എയർ ഫ്രയറിൽ വേവിക്കണത് എന്താ വെച്ചാൽ എണ്ണ ഒഴിവാക്കാനാണ്. അത് ശരിക്കും ഗ്യാസ് അടുപ്പിൽ വേവിച്ചാലാണ് ടേസ്റ്റ്. ഫ്രൈ ചെയ്താൽ ഓൾറെഡി വേവിച്ചത് കൊണ്ട് നമുക്ക് അധികം ഫ്രൈ ആക്കണ്ടല്ലോ. അപ്പോൾ അത് എണ്ണ തീരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എയർ ഫ്രയറിൽ, അതൊക്കെ ഇപ്പം ഉണ്ടായതല്ലേ. എയർ ഫ്രയറിലാണെങ്കിൽ 120 ടെമ്പറേച്ചർ 10 മിനിറ്റ്, 10 മിനിറ്റ് 15 മിനിറ്റ് ഉള്ളിൽ, അതിൽ കൂടുതൽ വയ്ക്കാൻ പാടില്ല, അത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളത് വെക്കണു. അത് 2-3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യണത്. പാത്രം ചെറുതല്ല എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ വെക്കണത്. അപ്പോൾ അത് വേവിച്ച് വെച്ച് അതിൽ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. കുരുമുളക് പൊടി നമുക്ക് എരിവ് എങ്ങനെ ഉപയോഗിക്കാം നമ്മൾ ഓരോരുത്തരും അതുപോലെ ചെയ്യുക. മുളക് പൊടി 2 പിഞ്ച് ടീസ്പൂണിലെടുത്ത് വെറുതെ ഇങ്ങനെ വെതറുന്ന പോലെ കാണിക്കുക. അതൊരു കളർഫുള്ളാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് യോജിപ്പിച്ച് കഴിക്കാം. പിന്നെ നമ്മളത് കൂടുതൽ ഹെൽത്തി ആവാനാണ് യോഗട്ടും പനീറും ഉപയോഗിക്കണത്. അത് ഇഷ്ടമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മളിവിടെ അത് കാണിക്കുന്നുണ്ട്. അതിലേക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിലേക്ക് ഒരു സോസ് പോലെ, നമ്മൾ വേറെ മന്തിയൊക്കെ കഴിക്കുമ്പോൾ മയോണൈസ് പോലെ ചെയ്യില്ലേ, അതുപോലെ ഇതിലേക്കൊരു സോസ് വേണമെങ്കിൽ കടലയും പനീറും കൂടി അരച്ചിട്ട് ഇതിലേക്ക് ഈ കടല, ബ്രോക്കോളി, സവാള ഫ്രൈ ചെയ്ത് വെച്ചില്ല അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ടീസ്പൂൺ എടുത്ത് യോജിപ്പിച്ച് അത് ഫുഡാക്കി കഴിക്കുക. അപ്പോൾ അത് നല്ല ഹെൽത്തിയാണ്. കഴിച്ച് നോക്കൂ, എല്ലാവരും കഴിച്ച് നോക്കൂ. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതല്ലേ. ഷുഗർ പേഷ്യൻറ്റിന്